ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ആലപ്പുഴ ബോട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവിടെയാണ് നമ്മുടെ ബോട്ടുകളെല്ലാം കിടക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളുടെ പെറ്റ് ഡോഗായ പിങ്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണാനായിട്ട് പോയി. എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി ഹൗസ് ബോട്ടായിരുന്നു. നമ്മുടെ വീട് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ദേ സൈഡിലൊക്കെ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിങ്കിയും ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളംസ് എല്ലാം കയറിയപ്പോൾ തൊട്ടേ പാട്ടിട്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി കേട്ടോ. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിരുന്നു. അതാ നമ്മുടെ ഹൗസ് ബോട്ടുകളെല്ലാം കൂടി കിടക്കുന്ന കാണാൻ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ദേ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഹൗസ് ബോട്ടുകളും കൂടെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങൊക്കെ ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ കാണുന്ന ഒരു വീടാണ് കേട്ടോ. പിന്നെ കുട്ടനാട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കള്ള് ഷാപ്പല്ലേ. അങ്ങനെ ഞങ്ങളും കള്ള് ഷാപ്പിലേക്ക് പോയി. അങ്ങനെ ഷാപ്പിലൊക്കെ കയറി കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. അതിനുശേഷം പിന്നെയും ബോട്ട് യാത്ര തുടർന്നു. നമ്മളെ പാസ് ചെയ്തൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ നോക്കി കൈയൊക്കെ വീശി ടാറ്റയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. നമ്മളും തിരിച്ചവർക്ക് ടാറ്റയൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പീഡ് ബോട്ടാണ്. ഒരുപാട് പേര് കൊണ്ടു നിർത്തിയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളും ലാസ്റ്റ് സ്പീഡ് ബോട്ടിൽ പോകാൻ തീരുമാനിച്ചു. എനിക്ക് പിന്നെ പേടി ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കയറിയില്ല. അങ്ങനെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടി അതിനകത്ത് കയറിപ്പോയി. അങ്ങനെ അവരെയും കൊണ്ട് സ്പീഡ് ബോട്ട് നീങ്ങി തുടങ്ങി. അങ്ങനെ അവരങ്ങ് പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പൊടി പോലും കാണുന്നില്ല. എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം അവരിത് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സ്പീഡ് ബോട്ടിൽ കറങ്ങി. അതിങ്ങനെ വന്ന് ടേൺ ചെയ്യുന്നത് കാണാൻ അടിപൊളിയായിരുന്നു. ആ വെള്ളമൊക്കെ ഇങ്ങനെ പറന്നു പോകുമ്പം നല്ല രസമായിരുന്നു. അടിപൊളി സൗണ്ടുമായിരുന്നു. കുറേ നേരത്തെ കറക്കത്തിന് ശേഷം നമ്മുടെ സ്പീഡ് ബോട്ടിൽ പോയവരെല്ലാം തിരിച്ചു വന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ആവേശമൊന്നും തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു കേട്ടോ. ആ ഇടയ്ക്കുള്ള തെങ്ങിൻ തോപ്പുകളാണ് ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി നൽകുന്നത്. നമ്മുടെ ആലപ്പുഴയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ചോറും ചിക്കൻ കറിയും സാലഡും പപ്പടവും അച്ചാറും മെഴുക്ക് വരട്ടി തോരനും എല്ലാം ഉള്ള അടിപൊളി ഊണായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതായിരുന്നു. അതും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴക്കോളൊക്കെ ആയിട്ട് മൊത്തം ഇരുണ്ട് മൂടി ഇടയ്ക്ക് മഴയൊക്കെ പെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം കൃഷിയാണ്, നെൽകൃഷിയാണ്. അതിങ്ങനെ മൊത്തത്തിലിങ്ങനെ പച്ചപ്പ് വിരിച്ച് നിൽക്കുന്നത് കാണാൻ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കാർ കള പറിക്കുന്ന ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. റോഡിൽ മാത്രമല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് കായലിലും ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കി അവിടെ എല്ലാം മൊത്തം ബോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടുകളെ എല്ലാം നോക്കി കൂകി വിളിക്കാൻ തുടങ്ങി. അവരും തിരിച്ച് നമ്മളെ നോക്കി കൂകി വിളിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. കായലിൻ്റെ നടുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു അടിപൊളി ഐലൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. സ്പീഡ് ബോട്ടും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു.
ഇവിടെ നിന്ന് മൊത്തത്തിലെല്ലാം അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവിടെ നിന്നാൽ ഒരുപാട് ലേറ്റ് ആകുമെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നു, ഇല്ലെങ്കിൽ കരയിലെത്താൻ ഒരുപാട് സന്ധ്യയാകും. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് സന്ധ്യ ആവുന്നത് കൊണ്ട് കുറച്ചു നേരം കടലിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരികെ വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ആലപ്പുഴയിൽ പോയതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയോട് ടാറ്റ ബൈ ബൈ, സീ യു.